ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള ഭാഗങ്ങളിൽ ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. പൗലോസ് റോമാ സഭയോട് പറയുന്നു, തിന്മയ്ക്ക് പകരം ആരോടും തിന്മ ചെയ്യരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവിനെ പിടിക്കാൻ വേണ്ടി പടയാളികളും പുരുഷാരവും വരുമ്പോൾ കർത്താവിൻ്റെ കൂടെയുള്ള 12 ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് വാളെടുത്ത് ചേകവൻ്റെ കാത് ഛേദിക്കുന്ന ഒരു ഭാഗം ബൈബിൾ പറയുന്നു. കർത്താവ് അവിടെ വാളെടുത്ത് ഉറയിലിടാൻ പറയുകയാണ്. പ്രിയരെ, കാത് ഛേദിക്കപ്പെട്ട അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെട്ട കർത്താവിനെ പിടിക്കാൻ വന്ന, കർത്താവിനെ പിടിച്ചു കൊണ്ടുപോകാൻ പോവുകയാണ്, ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോവുക. ആ സാഹചര്യത്തിൽ ഒരു വ്യക്തി കർത്താവിനെ പിടിക്കാതിരിപ്പാൻ കൂടെയുള്ള ഒരാൾ വാളെടുത്ത് കാത് ഛേദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, നിന്റെ വാള് ഉറയിലിടുക. മാത്രമല്ല, ആ അറ്റുവീണ കാതിനെ ആ വ്യക്തിയുടെ കാതോട് ചേർത്ത് ഒട്ടിക്കുന്ന ഒരു ഭാഗം പറയുന്നു. പ്രിയരെ, അവിടെയും കർത്താവ് നമുക്ക് മാതൃകയാകുകയാണ്. തിന്മയ്ക്ക് പകരം ആരോടും തിന്മ ചെയ്യാതെ നന്മ ചെയ്യാൻ. അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. അവിടെ കർത്താവ് സമാധാനമായിട്ട് ഇടപെടുകയാണ്. പത്രോസിനോട് പറയുന്നുണ്ട്, നിൻ്റെ വാൾ എന്ത് ചെയ്യുക, ഉറയിലിടുക. പ്രിയരെ, ജീവിതത്തിനകത്ത് നമ്മോട് ആരെങ്കിലും തിന്മ ചെയ്താൽ അതിന് പകരം ചെയ്യാനാണ് നമുക്ക് എപ്പോഴും മനസ്സിൽ നമ്മുടെ അകത്തുനിന്നുണ്ടാകുന്ന ഒരു പ്രേരണ. അതുകൊണ്ടാണ് ലേഖനങ്ങളിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. നമ്മളോട് തിന്മ ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മെ ഉപദ്രവിക്കുന്നവർ അവർ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല, അവരുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റാണ്. അതിനെ തിരിച്ചറിഞ്ഞ ആ കർത്താവ് അവിടെ മാതൃകയായതുപോലെ ജീവിതത്തിനകത്ത് നമ്മെ ദ്രോഹിക്കുന്ന, നമ്മെ ഉപദ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ മാനസാന്തരപ്പെടാൻ, അവർ നല്ലത് ചെയ്യാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് ആര് തിന്മ ചെയ്താലും അവർക്ക് നന്മ ചെയ്യുന്ന നല്ല മനസ്സോടെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.